നമസ്കാരം. ഇന്ത്യക്ക് വീണ്ടും വലിയ ഭീഷണി ഉയർത്താൻ രണ്ടും കൽപ്പിച്ച് പുറപ്പെട്ടിരിക്കുകയാണ് ചൈന. ഇന്ത്യയുടെ അതിർത്തികളോട് ചേർന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇന്ത്യക്ക് കുറച്ചുകാലമായി വലിയ തലവേദനയും സുരക്ഷാ പ്രതിസന്ധികളുമാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ബംഗാൾ ഉൾക്കടലിൽ സാന്നിധ്യമുറപ്പിക്കാൻ ലക്ഷ്യമിട്ട് ബംഗ്ലാദേശിൽ ഡ്രോൺ ഫാക്ടറി തുടങ്ങാൻ കരാറിലെത്തിയിരിക്കുകയാണ് ചൈന. മുഹമ്മദ് യൂനുസിന്റെ നേതൃത്വത്തിലുള്ള ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരുമായാണ് ചിറ്റഗോങ്ങിലെ മിർസരായിൽ ഡ്രോൺ നിർമ്മാണ കേന്ദ്രം സ്ഥാപിക്കാൻ ചൈന ഒരുങ്ങുന്നത്. ഇന്ത്യയുടെ വടക്കുകിഴക്കൻ പ്രദേശത്തിനടുത്ത സ്ഥലമെന്ന നിലയിൽ ഇത് ഇന്ത്യക്ക് അതിനിർണായക ഭാഗം കൂടിയാണ്. ബംഗാൾ ഉൾക്കടലിലേക്കുള്ള ബംഗ്ലാദേശിന്റെ പ്രധാന വഴിയും ഇതുതന്നെയാണ്. തന്ത്രപ്രധാന സ്ഥലമായതിനാൽ തന്നെ പ്രതിരോധ സംവിധാനങ്ങൾ ഇവിടേക്ക് ഇന്ത്യ വിന്യസിച്ചിട്ടുമുണ്ട്. സർക്കാരുകൾ തമ്മിൽ എത്തിച്ചേർന്ന കരാറിൽ ബംഗ്ലാദേശ് വ്യോമസേനയും ചൈന ഇലക്ട്രോണിക്സ് ടെക്നോളജി ഗ്രൂപ്പ് കോർപ്പറേഷൻ ഇന്റർനാഷണലുമാണ് ഒപ്പിട്ടിരിക്കുന്നത്. ചൈനീസ് സർക്കാരിന്റെ കീഴിലുള്ള പ്രതിരോധ കമ്പനിയാണിത്. അമേരിക്കൻ നിർമ്മിത MQ-9 റീപ്പറിന് പകരമെന്നോണമാണ് ഈ ഡ്രോണുകൾ ചൈന നിർമ്മിക്കുന്നത്. ഇതിനു പുറമെ കാർഷിക ഗവേഷണ ആവശ്യങ്ങൾക്കും ദുരന്ത നിവാരണ മേഖലകളിലും ഉപയോഗിക്കാൻ കഴിയുന്ന ഡ്രോണുകളും ചിറ്റഗോങ്ങിലെ പ്ലാന്റിൽ നിർമ്മിക്കാൻ പദ്ധതിയുണ്ട്. മിർസറായിലെ 850 ഏക്കർ ഭൂമിയിലാണ് ഡ്രോൺ നിർമ്മാണ പ്ലാന്റ് ചൈന സ്ഥാപിക്കുന്നത്. ചിറ്റഗോങ്ങിലും ബാർഗഡ്ഘട്ടിലുമായി പ്രത്യേക സാമ്പത്തിക മേഖല നടപ്പിലാക്കാൻ ഇന്ത്യ കണ്ടെത്തിയ സ്ഥലവും ഇക്കൂട്ടത്തിൽ പെടുന്നു. എന്നാൽ യൂനുസ് സർക്കാർ അധികാരമേറ്റതിനു പിന്നാലെ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് പ്രതികരണമില്ല എന്ന കാരണത്താൽ റദ്ദാക്കിയിരുന്നു. 2015 ഇന്ത്യയും ബംഗ്ലാദേശും സെസിനായി ധാരണാപത്രം ഒപ്പിട്ടത്. മിർസാറയിലെ 900 ഏക്കർ, മോംഗ്ലയിലെ 110 ഏക്കറുമായിരുന്നു ഇതിനായി നിശ്ചയിച്ച സ്ഥലം. എന്നാൽ 2025 ജൂണിൽ ഇതിന്റെ കാലാവധി കഴിഞ്ഞുവെന്നും അതിനാൽ റദ്ദാക്കുന്നുവെന്നുമായിരുന്നു ബംഗ്ലാദേശ് സർക്കാരിന്റെ വിശദീകരണം. ഇന്ത്യൻ അതിർത്തിയിൽ നിന്ന് വെറും 200 കിലോമീറ്റർ മാത്രം അപ്പുറത്തായാണ് ചിറ്റഗോങ്ങിലെ ഡ്രോൺ ഫാക്ടറി നിലവിൽ വരുന്നത്. ചൈനീസ് സഹായത്തോടെ ഡ്രോൺ നിർമ്മിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ തെക്കനേഷ്യൻ രാജ്യങ്ങളിൽ ഡ്രോൺ നിർമ്മാണം വശമുള്ള മൂന്നാമത്തെ രാജ്യമായി ബംഗ്ലാദേശ് മാറും. ബംഗ്ലാദേശിന്റെ പ്രധാന ആയുധ ദാതാവും ചൈനയാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മുൻപത്തെക്കാളും ഊഷ്മളമാവുകയുമാണ്. ഇതിനൊപ്പം ബംഗാൾ ഉൾക്കടലിലേക്ക് ചൈനീസ് സാന്നിധ്യം എത്തുന്നു എന്നതാണ് ഇന്ത്യ ഗൗരവമായി കാണുന്നത്. തന്ത്രപ്രധാനമായ സമുദ്ര വ്യവസായിക അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ ചിറ്റഗോങ് കേന്ദ്രീകരിച്ച് ചൈന കൊണ്ടുവരുന്നതും ഇന്ത്യക്കെതിരായ നീക്കമാണെന്ന വിലയിരുത്തലുണ്ട്. ബംഗ്ലാദേശിന്റെ വ്യാപാരത്തിന്റെ 90% നടക്കുന്ന ചിറ്റഗോങ് തുറമുഖത്തിന്റെ ആധുനികവൽക്കരണത്തിനും ചൈന വലിയ പ്രാധാന്യമാണ് നൽകുന്നത്. ഇത് ബംഗ്ലാദേശിൽ ചൈനയ്ക്കുള്ള സ്വാധീനം വളർത്തുന്നു. ചിറ്റഗോങ്ങിലെ 750 ഏക്കറിലുള്ള ചൈനയുടെ പ്രത്യേക സാമ്പത്തിക മേഖലയിൽ 30 ചൈനീസ് കമ്പനികളാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ബംഗാൾ ഉൾക്കടലിൽ ചൈനയുടെ സാന്നിധ്യം വർദ്ധിക്കുന്നത് ഇന്ത്യൻ താൽപര്യങ്ങൾക്ക് വിരുദ്ധമാണ്. ഇന്ത്യയുടെ നാവിക കേന്ദ്രങ്ങളിലേക്ക് കണ്ണെറിയാനാണ് ബംഗ്ലാദേശിൽ ഇത്ര വലിയ നിക്ഷേപം ചൈന നടത്തുന്നതെന്നും പകൽ പോലെ വ്യക്തമാണ്. ഇത് മുന്നിൽ കണ്ടുള്ള പ്രതിരോധം ഇന്ത്യയും ആരംഭിച്ചിട്ടുണ്ട്. 2024 ബംഗ്ലാദേശിൽ രാഷ്ട്രീയ മാറ്റം ഉണ്ടായതിനു പിന്നാലെയാണ് ഇന്ത്യയും ബംഗ്ലാദേശുമായുള്ള ബന്ധം എക്കാലത്തെയും മോശം സ്ഥിതിയിലെത്തിയത്. അന്ന് സ്ഥാനഭ്രഷ്ടയാക്കപ്പെട്ട ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ അഭയം തേടുകയും യൂനുസ് സർക്കാർ അധികാരത്തിൽ വരികയും ചെയ്തു. ഇതിനു പിന്നാലെ കടുത്ത ഇന്ത്യ വിരുദ്ധ നയങ്ങളാണ് ബംഗ്ലാദേശ് വിദേശ നയത്തിലടക്കം പ്രകടമാക്കിയത്. ചൈനയും പാകിസ്ഥാനുമായുള്ള ചങ്ങാത്തത്തിൽ ബോധപൂർവമായ പുരോഗതിയും ബംഗ്ലാദേശ് വരുത്തുന്നു. ഇന്ത്യക്ക് ഇത് ഗൗരവകരമായ വെല്ലുവിളിയാണെന്നാണ് പറയേണ്ടത്. ബംഗ്ലാദേശിന്റെ പ്രധാന ആയുധ ദാതാവും ചൈനയാണെന്നതും ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക ആഭ്യന്തര ബന്ധം മുൻപത്തേക്കാൾ ഊഷ്മളമാകുന്നതും ശ്രദ്ധേയമാണ്. ഇന്ത്യക്ക് തെക്കൻ അതിർത്തിയിൽ തദ്ദേശീയ സുരക്ഷാ ഭീഷണി വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ചൈനീസ് സാന്നിധ്യം ബംഗാൾ ഉൾക്കടലിലേക്ക് വ്യാപിക്കുന്നതായി കാണപ്പെടുന്നത് ഗുരുതരമായ പ്രതിസന്ധി തന്നെയാണ്. ഗഹനമായ സാമ്പത്തിക സൈനിക സഖ്യങ്ങളിലൂടെ ബംഗ്ലാദേശ് ചൈനയുടെ സാങ്കേതിക യുദ്ധശേഷി ഇന്ത്യയെക്കാളും കൂടുതൽ പ്രബലമാക്കുകയാണ്. ഡ്രോൺ നിർമ്മാണ ശേഷിയുള്ള രാജ്യം പരമാവധി നിയന്ത്രണ ശേഷിയുള്ളതാകുമ്പോൾ അതിന്റെ സൈനിക സാന്നിധ്യം നേരിട്ട് ഇന്ത്യയുടെ നാവികസേനാ മേഖലകളിൽ ഭീഷണിയാക്കാം. ഇന്ത്യക്ക് ഇതിന് മറുപടി തന്ത്രപരമായ, സാങ്കേതികമായ, ഡിപ്ലോമാറ്റിക്കായ എല്ലാ തലങ്ങളിലും മുന്നേറേണ്ടത് അനിവാര്യമാണ്. അതിർത്തി സുരക്ഷ, നാവിക സൈനിക ശേഷി, ഡ്രോൺ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവ ശക്തിപ്പെടുത്തുക ഈ ഘട്ടത്തിൽ ഇന്ത്യക്ക് അത്യാവശ്യമാണ്. മാത്രമല്ല, മേഖലയിലെ കൂട്ടായ്മകളും സഖ്യങ്ങളും പ്രബലമാക്കിയാണ് ഇന്ത്യ ഇതിന് തുല്യമായി മുന്നേറാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.